വെറും 25 രൂപയ്ക്ക് പോകേണ്ട ദൂരം KSRTC കൊണ്ടുവന്ന് എത്ര രൂപയ്ക്കാണ്? 100 രൂപയ്ക്കും 150 രൂപയ്ക്കാണ്. ശബരിമല കയറ്റമാണെന്നാണ് പറയുന്നത്. അങ്ങോട്ടേക്ക് ഓടുന്ന വണ്ടികൾ എന്നാണെന്നറിയോ? സൂപ്പർ എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ്. ഏത് സാധനം കമ്പനി എന്ന് പറഞ്ഞാൽ ലൈലാൻഡും ഐഷറും ടാറ്റയും ഉള്ളത്. ഇത് മൂന്നും ആ വഴിക്ക് പോയാൽ ഒരേ സ്പീഡിലേ പോവുള്ളൂ. പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകത? പെയിൻ്റ് അടിച്ചതിൻ്റെ വ്യത്യാസം. ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ 38,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു പുള്ളി 2007 നിന്ന്. ശരിയാ അത് പറഞ്ഞു. ആ 38,000 ഉള്ളിടത്ത് ഇപ്പം അത് 7,000 മാത്രമല്ല, 31,000 ബസ് എവിടെ പോയി? കല്ലട പോലത്തെ വണ്ടികൾ ഇതേ സർവീസ് നടത്തുമ്പോൾ കുഴപ്പമെന്നാന്ന് വെച്ചാൽ അത് വലിയൊരു കമ്പനിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ തന്നെയാണോ നടത്തുന്നത്? അതെ. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഈയിടെ ക്രിസ്മസിന് നാട്ടിലോട്ട് പോരാൻ 6,000 രൂപയൊക്കെ ടിക്കറ്റ് ചാർജ് കൊടുത്തില്ലേ? AITP എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു AITP വണ്ടി രജിസ്റ്റർ ചെയ്താൽ അതിന് 2,10,000 രൂപയാണ് 3 മാസം കൂടുമ്പോൾ അടയ്ക്കുന്നത്. എന്നാൽ ഇവിടെ ആവറേജ് സ്റ്റേജ് കാരേജ് വണ്ടി 3 മാസം കൂടുമ്പോൾ അടയ്ക്കുന്നത് വെറും 30,000 രൂപ. നമസ്കാരം. ബസ്സുകളുടെ പിന്നാമ്പുറ കഥകൾ പറയുന്ന കേരള മോട്ടോഴ്സ് കാഴ്ചയ്ക്കപ്പുറം ബസ് സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. റോബിൻ ബസ്സിനെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ ഏതാണ്ട് അസ്തമിച്ച മട്ടാണ്. എന്നാൽ റോബിൻ തിരികൊളുത്തിയ വിവാദങ്ങളുടെ പുകച്ചുരുളുകൾ ഇന്നും നമുക്കിടയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഉത്തരം കിട്ടാതെ അസ്വസ്ഥമാകുന്ന ചില ചോദ്യങ്ങളും അവയ്ക്കൊപ്പം ഉയരുന്നു. റോബിൻ ബസ്സിന്റെ ഉടമ ഗിരീഷ് ഏട്ടനാണ് ഇന്ന് നമ്മുടെ അതിഥി. റോബിൻ ബസ്സിന്റെ നിലവിലെ സ്ഥിതി എന്താണ്? സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് റോബിൻ ബസ് ഭീഷണിയാകുമോ? അന്തർ സംസ്ഥാന ബസ്സുകളെ MVD തടയാത്തത് എന്തുകൊണ്ട്? ചോദിക്കാൻ ഏറെയുണ്ട്, പറയാൻ ഗിരീഷേട്ടനും. ബസ്സിനെ ഇപ്പോഴും MVD തടയുകയും പിഴ ചുമത്തുകയും ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഗിരീഷേട്ടൻ നൽകിയ മറുപടി തന്നെ ആദ്യം കേൾക്കാം. എല്ലാ ദിവസവും രാവിലെ 12 സ്റ്റാർട്ട് ചെയ്യുമ്പം അവർ വരുന്നു. ജസ്റ്റ് നമ്മുടെ ലിസ്റ്റ് ഓഫ് പാസഞ്ചേഴ്സ് നോക്കുന്നു, അവർ പോകുന്നു. അവരത് വാളയാർ അയച്ചു കൊടുക്കുന്നു. വാളയാർ ചെല്ലുമ്പോൾ അവർ വീണ്ടും മേടിച്ച് നോക്കുന്നു. അവർ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നു. ഡെയിലി ചെയ്യുന്നുണ്ടോ? ഡെയിലി. ഇപ്പം ഇന്നുണ്ടായിരുന്നു അത് ചെക്കിങ്? ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ 5 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടുമെങ്കിൽ ഒരു 4 മണി മുതൽ MVD ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ അവിടെ കാവൽ പോലെ ഉണ്ട്. അത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് സ്ഥിരമായിട്ടുള്ള? അല്ല, സ്ഥിരമായിട്ട് പത്തനംതിട്ടയിലും വാളയാറും. അവിടെ വരെയാണല്ലോ കേരളത്തിൻ്റെ സംസ്ഥാനം ഉള്ളത്. ഇത് പതിവായിട്ട് ഒഴിവാക്കാനുള്ള വല്ല നടപടിക്ക് ശ്രമിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമല്ല, അവർ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തോറ്റിട്ടില്ല, ഗിരീഷിന് മുന്നേ തോറ്റിട്ടില്ല എന്ന് വരുത്തുക. അതിനകത്ത് വേറെ മറ്റൊരു ഉദ്ദേശവും ഇല്ല. അവരുടെ ഉദ്ദേശം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തോറ്റിട്ടില്ല, ഗിരീഷിനെ ഇപ്പോഴും ഞങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചെക്ക് ചെയ്യുന്നത് മാത്രമേ ജനങ്ങൾ കാണുന്നുള്ളൂ. അപ്പോൾ പൈസ അടയ്ക്കുന്നുണ്ടോ, പൈസ ജനറേറ്റ് ചെയ്യുന്നുണ്ടോ, ഇത് അവരറിയുന്നില്ല. ഒരു പൈസ പോലും ഈ നേരം വരെ ജനറേറ്റ് ചെയ്യുന്നില്ല. അതതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിന് മുന്നേ വരെ അങ്ങനെയല്ലായിരുന്നു. ഏറ്റവും മിനിമം 7,500 രൂപ വെച്ച് ആണ് ചെക്ക് റിപ്പോർട്ട് പോയിക്കൊണ്ടിരുന്നത്. 2 ദിവസം ഓടിയപ്പം 14 ചെക്ക് റിപ്പോർട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം ചെക്ക് റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ജനറേറ്റ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും ജനങ്ങളുടെ മനസ്സിലിരിക്കുന്ന ഇപ്പം ചെക്കിങ് നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവരെ ആരും ചോദ്യം ചെയ്യാനില്ല. അവരെ ചോദ്യം ചെയ്താലുള്ള അവസ്ഥ ഇതാണ്. അത് അവരൊരു സൂചന കാണിക്കുന്നതാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നുള്ളത് സത്യം. കാരണം കോടതി അതുപോലെ കൃത്യമായിട്ടാണ് മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരെന്തൊക്കെയാണ് ഈ ചെക്കിങ് നടത്തുന്നത്? ഇപ്പോൾ നിലവിൽ പാസഞ്ചർ ലിസ്റ്റ് മറ്റൊന്നും നോക്കുന്നില്ല. പാസഞ്ചർ ലിസ്റ്റിൻ്റെ പടം എടുക്കുന്നു, പാസഞ്ചേഴ്സ് ഉണ്ടോയെന്ന് നോക്കുന്നു, പോകുന്നു, വേറെ ഒന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും ഓടിയപ്പം ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. യാത്രക്കാരുടെ ഫോട്ടോ എടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. അത് യാത്രക്കാർ സ്ത്രീകളുടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തുടങ്ങിയപ്പോൾ പറഞ്ഞു അത് ഞങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യമാണ്, നടക്കില്ല എന്ന് പറഞ്ഞാൽ അതോടെ ആ ഒരു ഇത് നിർത്തി. ഇതിനെതിരെ കംപ്ലൈൻറ്റ് എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടോ? നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇത് കോടതിയിൽ പറയാതിരിക്കുകയല്ലോ.
തെളിവുണ്ടല്ലോ അല്ലേ? തെളിവുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ഒരുപാട് ലൈവ് യൂട്യൂബർമാരും അല്ലാതെ തന്നെ ഞങ്ങൾ എടുക്കുന്ന വീഡിയോസ് ഉണ്ട്, വണ്ടിയിലെ ക്യാമറ ഉണ്ട്, ഇതെല്ലാം ഇത് വന്നുകൊണ്ടിരിക്കും, തെളിവായിട്ട് സമർപ്പിക്കും. ഫ്യൂച്ചറിൽ ഇതൊക്കെ അവർ അവസാനിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും കോടതിയുടെ ഫൈനൽ ഓർഡർ വരുമ്പോൾ പിന്നെ അത് ഇവർക്ക് അവസാനിപ്പിക്കാതെ പറ്റില്ല. അവരിപ്പോഴും പ്രതീക്ഷയിലിരിക്കുന്നത് കോടതി അവർക്ക് അനുകൂലം പറയുമെന്നാണ്. പക്ഷേ നിയമം കൃത്യം വ്യാഖ്യാനിച്ച് പറഞ്ഞാൽ കോടതിക്ക് ഒരിക്കലും നമ്മളെ തള്ളി പറയുകയില്ല കോടതി. കേരളത്തിൽ ഈ ATP കൊണ്ടുള്ള ഒരു പ്രസക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ ഉള്ള പ്രസക്തി എന്ന് പറയാമോ? RTO ഓഫീസുകളിലെ ഒരു 60 തൊട്ട് 70% വരെയുള്ള അഴിമതി തീരും. കാരണം ഈ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ഇല്ലാതെ വരും. കാരണം ATPയിൽ ഒരു പെർമിറ്റ് എടുക്കാൻ വീട്ടിലിരുന്ന് സൈറ്റിൽ അപ്ലോഡ് ചെയ്താൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ആ സംവിധാനം പൊളിക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. കാരണം അവരുടെ നിത്യ വരുമാനം ഇല്ലെന്നായി പോവുക. മാത്രമല്ല ഇപ്പം ഞാൻ ചെയ്തതിൽ ഏറ്റവും അവർ പറയുന്ന മോശം പ്രവൃത്തി മോട്ടോർ വാഹന വകുപ്പിനെ വെല്ലുവിളിച്ചുകൊണ്ട് സർവീസ് നടത്തിയിരുന്നു. സർക്കാരിനെ വെല്ലുവിളിച്ച്. അപ്പോൾ ആ സർക്കാരിനെ ഞാൻ വെല്ലുവിളിച്ചിട്ട് നടത്തി ഇത് വിജയിപ്പിച്ചാൽ നാളെ സാധാരണക്കാരൻ ഓരോരുത്തരും ഇത് ചോദിക്കാൻ തുടങ്ങും. ഇത് ചോദിക്കാൻ തുടങ്ങിയാൽ ഇവരുടെ നിലനിൽപ്പിനെ ബാധിക്കും. ഇപ്പം ഏറ്റവും കൂടുതൽ ടിപ്പർ ലോറിക്കാരാണ് ഇവരുടെ ഏറ്റവും വലിയ വേട്ടമൃഗങ്ങൾ. ഞാനൊന്നുമല്ല. ആ ടിപ്പർ ലോറിക്കാരെ ഇവർ ചെയ്യുന്നെന്താ, പിടിക്കുന്നു, ഓവർലോഡ് പിടിക്കുന്നു, അതിനൊരു ഫൈൻ അടിപ്പിക്കുന്നു. ഈ ഫൈനിന് ശേഷം ഈ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നു. ഇങ്ങനെ മാസത്തിൽ ഒരു കുറച്ച് ദിവസങ്ങളിൽ അങ്ങ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മറുവശത്തോടെ വന്ന് ഈ പൈസ കൊടുത്തിട്ട് പോകും. പൈസ കൊടുക്കുന്നവരുടെ വണ്ടികൾക്ക് യാതൊരു കുഴപ്പമില്ല, ഭംഗിയായിട്ട് ഓടും. അപ്പോൾ അവർക്കൊരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന തലപ്പത്തിരിക്കുന്നവരുടെ വണ്ടിക്കൊന്നും ഒരു കുഴപ്പവും വരില്ല. പകരം ഈ താഴെ കടയിലുള്ള ഒറ്റ വണ്ടിക്കാരനും 2 വണ്ടിക്കാരനെ അവർ മോട്ടോർ വാഹന വകുപ്പ് തീർത്ത് കളയുക. അപ്പം ഒരു പെറ്റിയോ 2 പെറ്റിയോ ഒരു ചെക്ക് റിപ്പോർട്ടോ 2 ചെക്ക് റിപ്പോർട്ടോ അല്ല അവരുടെ ജനറേറ്റ് ചെയ്യുന്നത്. 10,000-40,000 രൂപ വെച്ച് പല ചെക്ക് റിപ്പോർട്ടുകളാണ്. ഒരുത്തനെ സംബന്ധിച്ച് എങ്ങനെ അത് താങ്ങാൻ പറ്റും? അപ്പോൾ അത് വരുമ്പം സർക്കാരിന് എന്നാൽ അത് തടയിടാനുള്ള മാർഗങ്ങൾ സർക്കാർ ചിന്തിച്ചില്ല. അഴിമതിക്ക് പ്രോത്സാഹനം കൊടുക്കുക സർക്കാർ ചെയ്ത്. നേരെ മറിച്ച് സർക്കാർ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു പരിപാടി ഈ വാഹനങ്ങളുടെ ഓവർലോഡ് നിർത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വാഹനങ്ങൾ ഈ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൂടുതൽ വാഹനങ്ങൾ റോഡിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ കൂടുതൽ വണ്ടികൾ വരും. കൂടുതൽ വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ടാക്സ് കൂടുതൽ വാങ്ങാം, അതിൻ്റെ മറ്റ് ചിലവുകൾ വരും. അതിലേക്കെല്ലാം സർക്കാരിന്, അതുപോലെ ഡീസൽ, ഓരോ കാര്യത്തിനും സർക്കാരിന് വരുമാനം കൂടുകയാണ്. പക്ഷേ ആ ഒരു ചിന്താശക്തിയൊന്നും ഈ പറഞ്ഞ ഒരു മോട്ടോർ വാഹന വകുപ്പിനുമില്ല. ഉള്ളവനെ കുത്തിപ്പിടിക്കുക, അവനിന്ന് പരമാവധി പിടിച്ചു പറിക്കാവുന്ന പൈസ മേടിക്കുക, ലാസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഇവനില്ലെന്നായി പോകും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കറതെളിഞ്ഞൊരു സംവിധാനം സാധ്യമാവുന്ന പ്രതീക്ഷയുണ്ടോ? 100% ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി നല്ല വിവരമുള്ള മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിനെ കൊണ്ടുചെന്ന് ഇരുത്തിയിരിക്കുന്നത് പച്ചമല്ല ഞങ്ങളുടെ നാട്ടുഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറി ഉണ്ടാക്കിയിട്ട് അത് കോളാമ്പി വിളമ്പി എന്ന് പറയാം. കോളാമ്പിക്കകത്ത് വിളമ്പി വെച്ചേക്കാണ്. ആ കോളാമ്പി മാറിയിട്ട് നല്ലൊരു പാത്രത്തിൽ വിളമ്പാനുള്ള അവസ്ഥ ഉണ്ടായാൽ ഈ മോട്ടോർ വാഹന വകുപ്പിനെ ക്ലീൻ ആക്കിയിട്ടേ ആ മനുഷ്യൻ പോകുള്ളൂ. അത്രമാത്രം കഴിവുള്ള മനുഷ്യനാണ്. കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗം വിനിയോഗിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് ATP വാഗ്ദാനം ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ജനം യാത്ര ചെയ്യുന്നതിന്, പൈസ മുടക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ജനം പൈസ മുടക്കാൻ തയ്യാറാണ്. അവർക്ക് നല്ല നല്ല യാത്രകളാണ് വേണ്ടത്. നല്ല സൗകര്യപ്രദമായ വാഹനങ്ങൾ, സൗകര്യപ്രദമായി ഇടിച്ചു തൂങ്ങി ഈ ഷർട്ടും ചുളുങ്ങി പോകുന്നതിന് താല്പര്യമില്ല. കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും നല്ല സർവീസ് വേണം. ആ നല്ല സർവീസും പങ്ക്ച്വാലിറ്റിയാണ് കേരളത്തിലെ ജനങ്ങൾ യാത്രയിൽ ആവശ്യപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞാൽ KSRTC ഇന്നൊരു സമയത്ത് കടന്നു പോയാൽ നാളെ മറ്റൊരു സമയത്താണ്. ഒരു പങ്ക്ച്വാലിറ്റി ഇല്ല. അപ്പം യാത്രക്കാരെ സംബന്ധിച്ച് നമ്മൾ പങ്ക്ച്വാലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പം ആ പങ്ക്ച്വാലിറ്റി എന്നുള്ള ആ ഒരു പോയിന്റ് പൊളിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് എന്ന അവർ ഗുണ്ടകളെ പോലെ പെരുമാറുകയാണ്. നമ്മളെ തടഞ്ഞു നിർത്തുന്നു, ഒരു അരമണിക്കൂർ താമസിപ്പിക്കുന്നു. അപ്പോൾ ആ അരമണിക്കൂർ നമ്മൾ ഓട്ടത്തിലെടുക്കണമെങ്കിൽ ഓവർ സ്പീഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഓവർ സ്പീഡ് ചെയ്യാതെ വന്നുകഴിയുമ്പം ആ അരമണിക്കൂർ എന്നുള്ളത് 3/4 മണിക്കൂറും 1 മണിക്കൂറുമായി മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ഉദ്ദേശം നടന്നു. 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ 1 മണിക്കൂർ യാത്രക്കാരൻ എക്സ്ട്രാ ബസ്സിലിരിക്കുമ്പോൾ ആ യാത്രക്കാരന് വരുന്ന എഫേർട്ട് എന്താണെന്നുള്ളത്
MVDക്ക് അറിയാം, നമുക്കും അറിയാം, പക്ഷേ നമ്മളെ സമ്മതിക്കാമല്ലോ ഇവർ. ഗിരീഷേട്ടാ, ഈ റോബിൻ ബസ് ഇപ്പോൾ എനിക്കൊന്ന് ബുക്ക് ചെയ്യണം തോന്നുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് സിസ്റ്റം എങ്ങനെയാണ് എന്ന് പറയാം? ഇപ്പം നിലവിൽ ടെലിഫോൺ വഴി ബുക്കിംഗ് എടുത്തിട്ട് അത് ഗൂഗിൾ പേ വഴി പണമിട്ട് അത് റൈറ്റിങ്ങിൽ ഒരു മെസ്സേജായിട്ട് അയച്ചു തന്ന് അത് ഞങ്ങൾ റൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നീട് അത് കമ്പ്യൂട്ടറിൽ കയറ്റുകയാണ്. ഇതാണ് ചെയ്യുന്നത്. നിയമപ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്. ഒന്നെങ്കിൽ ഇലക്ട്രോണിക് ഫോമിൽ ഇത് ആക്കുക, അല്ലെങ്കിൽ ഫിസിക്കൽ ഫോമിലാക്കുക, എന്നിട്ട് വണ്ടിയെ കൊണ്ടുപോവുക. ഇത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ദിവസത്തെ ഓട്ടം കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ സംഭവം ഫിസിക്കൽ ഫോമിലല്ല, ഇലക്ട്രോണിക് ഫോമിൽ ഇത് 1 വർഷത്തേക്ക് സൂക്ഷിക്കണം. 1 വർഷം. ആ 1 വർഷം സൂക്ഷിക്കുന്നത് എന്നാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം എല്ലാവരും ചോദിച്ചാലല്ല, അധികാരപ്പെട്ടവർ ചോദിച്ചാൽ അവർക്ക് മുമ്പാകെ ഇലക്ട്രോണിക് ഫോം കൊടുക്കണം. ഇതാണ്. പക്ഷേ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ടെലിഫോൺ വഴി ഇത് ചെയ്യുന്നു, ബുക്കിംഗ് എടുക്കുന്നു, ഇത് കൃത്യമായിട്ട് പോകുന്നു. പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് കയറിയിട്ട് ഈ വണ്ടിയിലെ സ്ത്രീകളുടെ പടം എടുക്കുക, അതുപോലെ ലിസ്റ്റിൻ്റെ പടം എടുത്തിട്ട് ആ ലിസ്റ്റിൻ്റെ പടത്തിൽ നിന്ന് സ്ത്രീകളുടെ നമ്പർ വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിളിക്കുന്നതൊക്കെ എല്ലാ നാട്ടിലുള്ള ഗുണ്ടകളും അങ്ങനത്തെ വെറും ക്രിമിനൽസാണ് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പെൺകുട്ടികൾ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ കാരണന്മാരോ ഭർത്താക്കന്മാരോ അവരുടെ ആരെങ്കിലും ഫോൺ നമ്പർ തരാൻ പറയും. ആ ഫോൺ നമ്പറിൽ ഞങ്ങൾ ബുക്കിംഗ് എടുക്കുകയുള്ളൂ. അതിൻ്റെ കാരണം ഇതാണ്, അവർക്കൊരു ബുദ്ധിമുട്ട് ഞങ്ങളെ കൊണ്ട് വരരുത്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ ഞങ്ങളൊരു പുതിയ ആപ്പ്, കാരണം വലിയ വലിയ ആപ്പുകൾ വേറെ ഉണ്ട്, അതിൽ കയറാമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു, ഒത്തിരി ഇൻവിറ്റേഷനൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതാണ്. പക്ഷെ ഞങ്ങൾ ഇല്ല, കാരണം നമ്മൾ തുടക്കക്കാരനാണ്. ആ തുടക്കക്കാരന് വേണ്ട രീതിയിലുള്ള ഒരു പുതിയ ആപ്പ് ഞങ്ങൾ കണ്ടു. അത് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്, ആപ്പ് തയ്യാറായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം ആപ്പ് വരും. അത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഓൺലൈനിലാവും നമ്മൾ. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു മിസ്യൂസിങ് പ്രതീക്ഷിക്കേണ്ട. ഇനി നമ്മുടെ നോട്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സർവീസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇതെങ്ങനെ ഭംഗിയായിട്ട് ഓടിച്ച് കാണിക്കാം. ഇപ്പോൾ ഇത് ഞങ്ങൾ ഏകദേശം ഇത് കുഴപ്പമില്ലാതെ വന്നാൽ ഇപ്പോൾ തന്നെ ആ വണ്ടിക്ക് AC വണ്ടി ഒരെണ്ണം പുതിയ വരും. പുതിയ വന്നാൽ ഞങ്ങൾ വേറൊരു റൂട്ടൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, അതിൻ്റെ സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നു. ആ റൂട്ട് കൃത്യമായിട്ട് ഞങ്ങൾ കൊണ്ടുവരും. അപ്പം ഇത് ആർക്കും ചെയ്യാവുന്നൊരു തൊഴിൽ. കാരണം ഈ പെർമിറ്റ് എടുക്കാൻ വേറെ എക്സ്ട്രാ ആർക്കും കൈക്കൂലി കൊടുക്കണ്ട, മറ്റൊരു കാര്യങ്ങളും ചെയ്യണ്ട. സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ സ്റ്റഡി ചെയ്തിരിക്കുന്നതാണ്. ബെറ്റർ ഫെസിലിറ്റി ആര് കൊടുക്കുന്നോ അവൻ നിലനിൽക്കും, അല്ലാത്തവൻ ഔട്ടായി പോവും. നാളെ എൻ്റെ വണ്ടി പഴകിയിട്ട് ഞാൻ വണ്ടി മാറിയില്ലെങ്കിൽ എൻ്റെ മുന്നിൽ വേറെ നല്ല വണ്ടിയായിട്ട് വന്നാൽ അവന് വണ്ടി ആൾ കയറും. അപ്പം ഞാൻ ചിലപ്പോൾ തുക കുറയ്ക്കേണ്ടി വരും. അപ്പം കോമ്പറ്റീഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റേറ്റ് താഴും, ഫെസിലിറ്റി കൂടും, യാത്രക്കാരന് സൗകര്യങ്ങൾ കൂടും. ഇതാണ് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ഉദ്ദേശം. മാത്രമല്ല പെർമിറ്റുകളുടെ മറിച്ച് വിൽപ്പന. ഇപ്പം നാട്ടുപ്രദേശത്ത് സ്റ്റേജ് കാരേജ് പെർമിറ്റുകൾക്ക് 50 ലക്ഷം രൂപ 60 ലക്ഷം രൂപ വിലയുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ മുതൽ നമ്മൾ വിൽക്കുന്നു. അത് വിൽക്കാൻ നിയമമൊന്നുമില്ല. 5,900 രൂപയാണ് ഒരു പെർമിറ്റിൻ്റെ വില. ആ വിലയ്ക്ക് പകരം 59 ലക്ഷം രൂപയാണ് മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രീതി മാറിപ്പോന്ന് കാണുന്നുണ്ട്. അത് കാരണമാണ് ഇപ്പോൾ പുതിയ സംരംഭകരൊന്നും ഈ രംഗത്തേക്ക് വരാത്തത്. കാരണം പുതിയതായിട്ട് വരുന്ന ഒരു സംരംഭകൻ ആവേശത്തോടെ വരും, പക്ഷേ അവൻ ഈയമ്പാറ്റ പോകുന്ന പോലെ അവൻ പോകും. അതിന് കാരണം അതാണ്. ഇപ്പോൾ കോയമ്പത്തൂർ പത്തനംതിട്ട ബസ് മാത്രമാണ് എല്ലാവർക്കും അറിയുക. അപ്പോൾ റോബിൻ മോട്ടോഴ്സിന് എത്ര സർവീസുകൾ ഉണ്ട് നിലവിൽ? എനിക്ക് നിലവിൽ ഉണ്ടായിരുന്നത് 4 സൂപ്പർ ഫാസ്റ്റ്, ഞാൻ 3 കുമളി എറണാകുളം, ഒരു എരുമേലി മാങ്കുളം, പിന്നെ ഒരു എക്സ്പ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നു. അത് ഉദിമൂട് എറണാകുളം എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട അടുത്തുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഓടുന്നുണ്ടോ? അതിൽ ഉദിമൂട് എറണാകുളം മാത്രമേ ഓടുന്നുള്ളൂ നിലവിൽ. പത്തനംതിട്ട കോയമ്പത്തൂർ അതേ ഉള്ളൂ. ആകെ 2 ബസ്സേ ഉള്ളൂ. 2 ബസ്സേ ഉള്ളൂ. ഇനി ഞാൻ അടുത്ത് പരീക്ഷിക്കാൻ പോകുന്നത് ഇതൊരു പുതിയ റൂട്ടാണ്. പത്തനംതിട്ട കോയമ്പത്തൂർ പുതിയ റൂട്ടാണ്. അത് സാധാ ജനത്തിനെ മനസ്സിലാക്കി കൊടുത്താണ്. KSRTC റൂട്ടിൽ നമുക്ക് ഓടാൻ പറ്റും. പക്ഷേ ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പത്തനംതിട്ട ഈ കുമളി എറണാകുളം 3 പെർമിറ്റ് ഉണ്ടെന്ന് പറയുന്നു. ഈ 3 പെർമിറ്റും തേനി എറണാകുളമോ തേനി തൃശ്ശൂരോ ഒക്കെ ആയിട്ട് മാറ്റിക്കൊണ്ട്
നമ്മുടേതായ സമയത്തിന് ബുക്കിംഗ് എടുത്ത് ഇതേപോലെ AITP കൊണ്ടുവരും. എൻ്റെ പ്രതീക്ഷ ഇരിക്കുന്നു മന്ത്രി 240 പ്രശ്നം തീർക്കും. പുള്ളിക്ക് അത്യാവശ്യം നല്ല വിവരമുള്ള മനുഷ്യനാണ്. ആ പുള്ളിയുടെ വിവരം ബാക്കി കൂടെ ഇരിക്കുന്നവർ തല്ലിക്കെടുത്താതിരുന്നാൽ മതി. അല്ലെങ്കിൽ നല്ല സൂപ്പർ മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഇതിൻ്റെ അകത്തുനിന്ന് കൈയിട്ട് വാരിയിട്ട് തിന്നേണ്ട കാര്യമില്ല. അതിന് മാത്രം സ്വത്തും സമ്പാദ്യവും ഉള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ഈ ചില്ലറ പൈസയ്ക്ക് വേണ്ടി ഒറ്റ കൊടുക്കുകയല്ല ആരെയും. അപ്പോൾ പുള്ളി ഒരു സംരംഭകനാണോ എന്ന് ചോദിച്ചാൽ അതെ. പുള്ളിക്ക് ആ സംരംഭകന് ഉണ്ടാകുന്ന വേദന പുള്ളിക്ക് അറിയാം. പുള്ളിക്കും കിട്ടിയിട്ടുണ്ട് പണി. അപ്പം ആ പുള്ളി നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ചാൽ ഈ 140 വിഷയങ്ങൾ തീരും, ഈ നാഷണലൈസേഷൻ്റെ വിഷയങ്ങൾ തീരും. ഇത് തീർന്നാൽ എന്താ സംഭവിക്കാമെന്നറിയോ? ഈ AITP ഇത്രയും വലിയ കയറ്റമൊന്നും കയറില്ല. പക്ഷേ AITPക്ക് ഇതിൻ്റെ അകത്തോടെ ഓടാൻ സ്ഥലങ്ങളും കാര്യങ്ങളും ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ AITP എടുത്തുകൊണ്ട് ആരും ഇപ്പോഴും വരാൻ തയ്യാറാകുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ സ്റ്റേജ് കാരേജ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടല്ലോ, ഓൾറെഡി നിലവിലുള്ള സംവിധാനം. അവരെ സംബന്ധിച്ച് അവരുടെ ഒരു മൂല്യമാണ് ഈ സാധനം. ഗണേഷ് കുമാർ എന്ന് പറഞ്ഞാൽ മന്ത്രി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ 38,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു പുള്ളി 2007 നിന്ന്. ശരിയാ അത് പറഞ്ഞു. ആ 38,000 ഉള്ളിടത്ത് ഇപ്പം അത് 7,000 മാത്രമല്ല, 31,000 ബസ് എവിടെ പോയി? അതിൻ്റെ കിട്ടുന്ന സർക്കാരിന് കിട്ടുന്ന വരുമാനം എവിടെ പോയി? ഇതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ് കളഞ്ഞത്? ഈ കോടാനുകോടികൾ കളഞ്ഞിട്ടും KSRTC വീണ്ടും ഈ തലവേദന മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പൊതുഗതാഗത സംവിധാനം നന്നായി പോകണമെങ്കിൽ സർക്കാർ വേറെ ഒന്നും ചെയ്യേണ്ട. ഇത് മോണിറ്റർ ചെയ്താൽ മാത്രം മതി. ഇത് കൃത്യമായിട്ട് ഓടുന്നുണ്ടോ, കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്താൽ മതി. സർക്കാർ തന്നെ ഇതെടുത്ത് വിൽക്കേണ്ട, ഈ പൊതുഗതാഗത സംവിധാനം നടത്തേണ്ട കാര്യമൊന്നുമില്ല എന്ന് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഒരു മനുഷ്യനുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നൊരു മനുഷ്യനാണ്, ലോകം കണ്ടിട്ടുള്ള ആളാണ്. ആ ആൾ പറഞ്ഞു സർക്കാർ ചെയ്യേണ്ടത് ഇത് സ്വകാര്യ മേഖല ഏൽപ്പിച്ച് കൊടുത്തിട്ട് മാറി നിൽക്കണം. ഇപ്പോൾ നിലവിൽ ഓടാത്ത ബസ് സർവീസുകളുണ്ടല്ലോ, അതിൻ്റെ പെർമിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അത് നഷ്ടപ്പെടാനുണ്ടായ കാരണം KSRTC ടേക്ക് ഓവർ വന്നതാണ് അല്ലേ? അതെ. അപ്പോൾ ആ റൂട്ടിൽ ഇനി ഇറക്കാൻ പോകുന്നത് സ്റ്റേജ് കാരേജ് ആണോ AITP ആണോ? AITP. ഇപ്പം മന്ത്രി നല്ല തീരുമാനം ഇറക്കിയാൽ നമ്മൾ സ്റ്റേജ് കാരേജ് ആയിട്ട് തന്നെ വരും. അല്ല എങ്കിൽ നമ്മൾ ഓൾ ഇന്ത്യ പെർമിറ്റ് ആയിട്ട് അതേ സമയത്ത് വരും. അപ്പോൾ ലോങ് സർവീസ് ആക്കണ്ടേ? അത് ലോങ് സർവീസ് ഇപ്പം തന്നെ അത് കുമളി എറണാകുളം എന്ന് പറഞ്ഞാൽ 175 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. അപ്പോൾ 175 കിലോമീറ്റർ വൺ സൈഡ് 140 വെച്ച് മുറിക്കാൻ റെഡിയായിട്ട് നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റാതെ. അത് 175 എന്നുള്ളത് ഞാൻ 2 സൈഡിലേക്ക് ഒരു 100 കിലോമീറ്റർ വെച്ച് അങ്ങ് കൂട്ടും. 375 കിലോമീറ്റർ വൺ സൈഡ് ഓട്ടോ ആക്കും. അപ്പം ഏതാണ്ട് 750 കിലോമീറ്ററോളം വണ്ടി ഓടും. ഓടിയാൽ ന്യായമായ ബാലൻസും ഉണ്ടാവും. ഇതാണ് ചെയ്യാവുന്നത്. ഇത് നമ്മൾ ഷട്ടിൽ പെർമിറ്റ് കയറ്റാനല്ല വരുന്നത്. നമ്മൾ ലോങ് ഡിസ്റ്റൻസാണ്. നമ്മുടെ മിനിമം ചാർജ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 300 രൂപ 350 രൂപ നമ്മുടെ മിനിമം ചാർജ് വരും. അപ്പോൾ ഈ സ്റ്റേജ് കാരേജുകാരെ ഇത് ബാധിക്കും എന്ന് പറഞ്ഞ് കയറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം 38,000 ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ പെർമിറ്റുകൾക്കൊന്നും വലിയ വിലയൊന്നും കിട്ടില്ല, വണ്ടിയുടെ വിലയൊക്കെ ഉള്ളൂ. അത് 8,000-ത്തിലോട്ട് വന്നപ്പോൾ കുറച്ച് പേരുടെ കയ്യിലോട്ട് ഇത് ഒതുങ്ങി. അപ്പോൾ ഈ പെർമിറ്റിനൊക്കെ 50 ലക്ഷം 1 കോടി അങ്ങനെയായി പെർമിറ്റിൻ്റെ വില. അപ്പോൾ അവരുടെ പെർമിറ്റിൻ്റെ വില പോകുന്നതിൻ്റെ പേരിലാണ് അവർ എൻ്റെ നേരെ തള്ളിക്കയറാൻ നോക്കുന്നത്. എല്ലാവരും AITP എടുത്ത് ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവരുടെ ഇത്രയും തുക മുടക്കേണ്ട കാര്യമില്ല. ഒരു സ്റ്റേജ് കാരേജ് വണ്ടിയാണല്ലോ ഒരു പുതിയ വണ്ടി ഇറക്കണേ 50 ലക്ഷം രൂപ ആവും. എന്നാലും 10-65 ലക്ഷം രൂപ മുടക്കിയാൽ നല്ല ഇതുപോലത്തെ AITP വണ്ടി ഇറക്കാം. ഇഷ്ടമുള്ള പെർമിറ്റ് ഓടാം. KSRTCയും മേടിക്കണ്ട, ആരെയും മേടിക്കണ്ട, സ്വസ്ഥമായിട്ട് ഓടാം. മാന്യമായി നമ്മൾക്ക് നമ്മുടെ റേറ്റ് മേടിക്കാം. ഇത് അങ്ങനെയല്ല. സർക്കാർ പറയുന്ന എല്ലാ നിബന്ധനയും അനുസരിക്കണം. അതിനുശേഷം സർക്കാർ തോന്നുമ്പോൾ നിയമം മാറ്റും. അതും അനുസരിച്ചോണം. സർക്കാരിലേക്ക് കിട്ടാനുള്ള ടാക്സ് അത് കൃത്യമായിട്ട് മേടിക്കും. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതിനെല്ലാം RTO ഓഫീസിൻ്റെ തൂണ് മുതൽ അങ്ങ് RTO വരെയുള്ള എല്ലാ ആൾക്കാരും കാശും മേടിക്കും. പിന്നെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പം ഒന്നുമില്ല, 4 മാസം എന്നെ ഇവരിട്ട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാലം മാറും. കോടതിയിൽ എനിക്ക് ബഹുമാനം ഉള്ളതുകൊണ്ടും വിശ്വാസം ഉള്ളതുകൊണ്ടും ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, കോടതി എൻ്റെ പക്ഷമേ നിൽക്കുള്ളൂ. കാരണം എൻ്റെ കയ്യിലാണ് റൈറ്റ്.
ആ റൈറ്റ് നിൽക്കുന്നിടത്തോളം കാലം ഇത് ഞാൻ ഓടാൻ വന്നാൽ ഞാനിത് പൊതുജനത്തിനെ തുറന്ന് കാണിക്കാനാണ് നിൽക്കുന്നത്. ആർക്കും ചെയ്യാൻ പറ്റണം, നിങ്ങൾക്കും ചെയ്യാൻ പറ്റണം ഇതുപോലൊരു സർവീസ്. അപ്പോൾ ഈ AATP എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്കുള്ള ഒരു സംശയം, ഇപ്പോൾ ഈ കല്ലട പോലുള്ള ടൂറിസ്റ്റ് ബസ്സുകളുണ്ട്, അപ്പോൾ അവരും ഇതേ സർവീസ് തന്നെയാണല്ലോ നടത്തുന്നത്. അത് ഈ AATP തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കല്ലട പോലത്തെ വണ്ടികൾ ഇതേ സർവീസ് നടത്തുമ്പോൾ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു കമ്പനിയായിട്ടാണ് വരുന്നത്. അപ്പോൾ അവരുടെ AATP തന്നെയാണോ നടത്തുന്നത്? അതെ. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഈയിടെ ക്രിസ്മസിന് നാട്ടിലോട്ട് പോരാൻ 6000 രൂപയൊക്കെ ടിക്കറ്റ് ചാർജ് കൊടുത്തില്ലേ? സീസണൽ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകല്ലേ. ഇത് നടക്കുകയല്ല, പ്രൈവറ്റുകാരുടെ കുത്തകവൽക്കരണം കൊണ്ടാണെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞേ? അന്നിരുന്ന ഗതാഗത മന്ത്രി അത് പറയാനുള്ള യോഗ്യതയുണ്ടോ? സ്വന്തം വിരലുകൾ എത്ര എണ്ണം സ്വന്തം പേരിലേക്ക് നീളുന്നുണ്ടെന്ന് പുള്ളി നോക്കിയില്ല. കാരണം KSRTC എന്താ ചെയ്യുന്നത്? ശബരിമലയിലെ കാര്യമാണ് ചോദിച്ചത്. വെറും 25 രൂപയ്ക്ക് പോകേണ്ട ദൂരം KSRTC കൊണ്ടുവന്ന് എത്ര രൂപയ്ക്കാണ്? 100 രൂപയ്ക്കും 150 രൂപയ്ക്കാണ്. അതും ശബരിമല കയറ്റമാണെന്നാണ് പറയുന്നത്. അങ്ങോട്ടേക്ക് ഓടുന്ന വണ്ടികൾ എന്നാണെന്നറിയോ? സൂപ്പർ എക്സ്പ്രസ്, സൂപ്പർ ഫാസ്റ്റ്. ഏത് സാധനവും കമ്പനി എന്ന് പറഞ്ഞാൽ ലൈലാൻഡും ഐഷറും ടാറ്റയും ഉള്ളത്. ഇത് മൂന്നും ആ വഴിക്ക് പോയാൽ ഒരേ സ്പീഡിലേ പോവുള്ളൂ. പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകത? പെയിൻ്റ് അടിച്ചതിൻ്റെ വ്യത്യാസം. അതിന് നമ്മളെന്തിന് പൈസ കൊടുക്കണം? ഞാനിത് മാത്രമേ പറഞ്ഞുള്ളൂ. AATPക്ക് ഇവർ 3 ഇരട്ടി ടാക്സ് വാങ്ങുന്നുണ്ട്. AATPക്ക് കേരള ഗവൺമെൻറ് മാത്രം 3 ഇരട്ടി ടാക്സാണ് വാങ്ങുന്നത്. ആ ടാക്സ് ആ പഴയ പോലെ തന്നെ ഒരിരട്ടി, 1%. മറ്റേത് 1000 രൂപ മേടിക്കുന്നിടത്ത് 3000 രൂപ മേടിക്കുന്നു. അത് തിരിച്ച് 1000 രൂപ ആക്കി തന്നാൽ ഞാൻ പറയുന്നത് ശബരിമലയ്ക്ക് ഈ പറഞ്ഞ 25 രൂപയുടെ ദൂരം 25 രൂപയ്ക്ക് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. 25 രൂപയ്ക്ക് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ്. എന്തേ ഞാൻ കയറാൻ അവർ സമ്മതിക്കാത്തത്? KSRTC രക്ഷപ്പെടാനല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാ തവണയും ഇതിൻ്റെ ഇത് വരുമല്ലോ, ഒരാഴ്ച കൂടുമ്പോൾ അല്ലെ 10 ദിവസം കൂടുമ്പം ഇതിൻ്റെ എന്നാ കളക്ഷൻ വന്നു, ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നല്ലേ. ശബരിമലയിൽ ഇത്ര നടപരം ഉണ്ടായി പറയുന്നില്ലേ എന്ന്. ഇത്തവണ എന്തേ ഇതൊന്നും കേൾക്കുന്നില്ല? ശബരിമലയിൽ വരുമാനം കിട്ടിയതിൻ്റെ കണക്ക് കേൾക്കുന്നേ ഇല്ല. എത്രയോ കോടി ആൾക്കാർ അവിടെ വന്നു പോയി ഇത്രയും ദിവസമാണ്. നമ്മൾ മിനിമം ഒന്ന് ചിന്തിക്കണം. അവിടെ വന്നു പോയ ഓരോ വ്യക്തിയും, അവിടെ ഇത്ര പേര് വന്നു എന്ന് അവർ മുകളിൽ കയറി വന്നവരുടെ കണക്ക് പറയുന്നുണ്ട്. അവിടെ വന്ന ഓരോ വ്യക്തിയും അവിടെ വന്നിരിക്കുന്നത് KSRTC ബസ്സിലാണ്. അപ്പം 1 കോടി ആൾക്കാർ വന്നെങ്കിൽ അവർ എത്ര കോടി രൂപ? 100 കോടി രൂപ വണ്ടി ചാർജ് തന്നെ തന്നു. പക്ഷെ ആ കാശ് എവിടെ പോയി? അവിടെ വന്ന ആൾക്കാരുടെ എണ്ണം മുകളിൽ എഴുതുക, എന്നിട്ട് ഇവിടുന്ന് KSRTCയിലേ അവർ പോയിട്ടുള്ളൂ. ഇപ്പം നിങ്ങളാണെങ്കിലും ഇവിടെ ഈ നാട്ടിൽ നിന്ന് ഒരു ടൂറിസ്റ്റ് ബസ് വിളിച്ച് പോയാൽ പമ്പയ്ക്കാണ് നിങ്ങൾ ഓട്ടം വിളിക്കുന്നത്. പക്ഷെ വണ്ടി നിലയ്ക്ക് വരെ പോവുള്ളൂ, ബാക്കി KSRTCയെ പോക്കണം. അങ്ങനെ ഞാൻ പറയുന്നത്, അങ്ങനെ ബലം പിടിച്ച് ഒരിടത്ത് ഒരു ഇന്ത്യൻ പൗരനെ തടഞ്ഞാൽ, ഗവൺമെൻറ്റാണ് തടയുന്നതെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റൈറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് അവനെ ശബരിമലയ്ക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകേണ്ടത്. ഇവരെന്താ ചെയ്യാത്ത? സർക്കാർ ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇവർക്ക് ശമ്പളമായിട്ടും ഇതിൻ്റെ മെയിൻ്റെനൻസ് ആയിട്ടും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ജനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പിടിച്ചു പറിക്കാവുന്ന കഴുതയല്ലോ ആണ്. പക്ഷേ ഇതും കണ്ടിട്ട് മനസ്സിലാകാത്ത ഒരു വിഭാഗമുണ്ട്. ഇത് കണ്ടാലും മനസ്സിലാകില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിനോട് പ്രതിബദ്ധതയില്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് അതൊരു കല്ലോ ഒരു രൂപമോ ഒക്കെ ഉള്ളൂ, അല്ലാതെ അതിനൊരു ഭക്തിപരമായ ഒരു മൈൻഡ് അവർക്കില്ല. അത് നമുക്കാർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനെക്കുറിച്ച് അതേ പറയാൻ പറ്റുള്ളൂ. ഈ കല്ലടയുടെ കാര്യം പറഞ്ഞു, അത് കുറച്ചുകൂടി വ്യക്തമായില്ല. എന്താ വെച്ചാൽ നിലവിൽ ഒരുപാട് വണ്ടികളുണ്ടല്ലോ അങ്ങനെ സർവീസ് നടത്തുന്നത്. അതും ഈ AATPയും തമ്മിലുള്ള പ്രധാന കേരളത്തിൻ്റെ റോഡുകളിൽ ഏതാനും അല്ല. അതെ, പക്ഷേ കേരളത്തിൻ്റെ AATP നിയമം നേരത്തെ ഉണ്ടായിരുന്നു, അത് പരിഷ്കരിച്ച് വന്നതാണ് ഇപ്പോൾ. അവർ ഓടുന്ന AATP തന്നെ. പക്ഷെ നമ്മൾ ആരും ചിന്തിക്കാത്തൊരു കാര്യം പറയാം. കേരളത്തിൻ്റെ റോഡിൽ വെറും കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റുള്ള ബസ്സുകളുണ്ട്. ഇതേ പല്ലി വിചാരിച്ച് 150-160 വണ്ടികൾ ഞാൻ ലിസ്റ്റ് തരാം. വെറും കോൺട്രാക്ട് ഗാരേജ് പെർമിറ്റാണ്. വെറും 40,000 രൂപ ടാക്സ് അടയ്ക്കുന്ന വണ്ടികൾ. ഈ വണ്ടികളാണ് ഇവിടെ കിടന്ന് ഷട്ടിലടിക്കുന്നുണ്ടോ? കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ഒരു 175-200 വണ്ടികളുടെ അടുത്ത് വെറും കോൺട്രാക്ട്, ഒരു AATPയിലോ ഒന്നുമില്ല, ഓടുന്നുണ്ട്.
അതെങ്ങനെയാ ഇവര് നോക്കുകയല്ല. ഞങ്ങൾ ആരും പരാതിപ്പെട്ടില്ലല്ലോ. ഇന്നലെ ഒരു നല്ല കൈക്കൂലി മേടിക്കുന്നത്. കാരണം അത് കൈക്കൂലി മേടിക്കാനൊരു മാർഗമാണ്. മറ്റേ പണ്ടായിരുന്നു റബ്ബർ വെട്ടി വെക്കുന്ന പോലെ വെട്ടിയിട്ടൊന്ന് ഒട്ടുപാല് പൊളിച്ചു വെക്കുക, പിന്നെ പയ്യെ ഒഴുകി വന്നോളൂ. ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ട് ഒരു 2 ചെക്കർ ബോർഡ് അങ്ങ് എഴുതും. എഴുതാതിരിക്കണമെങ്കിൽ അങ്ങ് എത്തിയേക്കണം കേട്ടോ എന്ന്. അത് ചെല്ലും, കൃത്യമായിട്ട് ചെല്ലും. കാരണം അവരുടെ വരുമാനം നമ്മൾ ആരും ഉദ്ദേശിക്കുന്നതല്ല. അപ്പോൾ ആ ഒരു സംവിധാനത്തെ പൊളിച്ചെടുക്കുന്നതാണ് AITP. അതുകൊണ്ടാണ് അവർ പോലും എനിക്കെതിരെ നിൽക്കുന്നത്. അവരെനിക്കെതിരെയാണ് നിൽക്കുന്നത്. സ്വകാര്യ ബസ് ഉടമകള് ഒരു പത്രസമ്മേളനമൊക്കെ നടത്തുന്നുണ്ടായല്ലോ. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഈ സ്വകാര്യ ബസ് മേഖലയെ ഈ AITP ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവനകൾ വരികയുണ്ടായി. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം? ഞാൻ പച്ചയ്ക്ക് തെളിച്ച് പറഞ്ഞ വിവരമില്ലായ്മ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരുപറ്റം നേതാക്കൾ നടത്തുന്ന 16 സംഘടനകളുണ്ട്. വിവരം എന്ന് പറയുന്നത് 7 അയലോകത്ത് നേരാമണ്ണം ഒരു അപേക്ഷ എഴുതി വെക്കാൻ പറഞ്ഞാൽ അറിയാൻ മേലാത്ത പാർട്ടികളാണ്. AITP എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ അർത്ഥം പോലും പറയാൻ അറിയാൻ മേല. അവരാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്, എതിർക്കുന്നത്. ഞാൻ അതിന് മറുപടി ഇത്രേ പറഞ്ഞുള്ളൂ. നമ്മുടെ ചേട്ടന്മാരുടെ ഒരു വിവരമില്ലായ്മയായിട്ട് കൂട്ടാം, നമുക്ക് മിണ്ടണ്ടെന്ന് പറഞ്ഞു. കാരണം ഇതിനോട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. അത്രേ ഉള്ളൂ. അതിൻ്റെ നിരവധി ബസ് ഉടമകൾ ഈ റോബിൻ ബസ്സിനെതിരെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വരെയുണ്ടായി. അപ്പോൾ അതിലും അവർ പറയുന്നത് ഇപ്പോൾ KSRTCയും അതുപോലെ തന്നെ ഈ സ്വകാര്യ ബസ് സർവീസുകളൊക്കെ ഇല്ലാതാവും. ഈ AITP വന്നു കഴിഞ്ഞാൽ ബസ്സുകൾ ഓടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇല്ലാതാവും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജ് ഗാരേജും AITPയും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. ഇപ്പോൾ ടാക്സ് കൂടുതലാണെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം ഒന്ന് പറയാൻ പറ്റും? AITP എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു AITP വണ്ടി രജിസ്റ്റർ ചെയ്താൽ അതിന് 40 സീറ്റ് പറ്റും. 40 സീറ്റേ പറ്റുള്ളൂ. അതിന് 2 ലക്ഷത്തി അത് കുറയാം, 7 സീറ്റ് വരെ കുറയാം. അതിൽ കൂടുതൽ പറ്റില്ല. അത് 40 കൂടുതലും പറ്റും. 52 ഒക്കെ ഉള്ളതുണ്ട്. പക്ഷേ ഒരു ആവറേജ് 40 സീറ്റ് വണ്ടികളാണ്. അപ്പോൾ അവൻ അടയ്ക്കുമ്പം 2,10,000 രൂപയാണ് 3 മാസം കൂടുമ്പോൾ അടയ്ക്കുന്നത്. എന്നാൽ ഇവിടെ ആവറേജ് സ്റ്റേജ് ഗാരേജ് വണ്ടി 3 മാസം കൂടുമ്പോൾ അടയ്ക്കുന്നത് വെറും 30,000 രൂപയാണ്. ആ 30,000 രൂപക്കാരന് നഷ്ടം വരും ഈ വണ്ടി വരുന്നതുകൊണ്ടെന്നാണ് പറയുന്നത്. അത് വെറുതെയാണ്. എന്നാന്ന് വെച്ചാൽ അത് അവൻ്റെ വിവരമില്ലായ്മയാണ്. ഈ ചെറിയ ദൂരത്ത് ഷോർട്ട് ഡിസ്റ്റൻസിൽ ആളിനെ കയറ്റിക്കൊണ്ട് പോയിട്ട് പൈസ കുറച്ച് മേടിച്ചാൽ ലോങ് ഡിസ്റ്റൻസിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് അവർ പറഞ്ഞ ആ വാക്ക് അവർക്ക് വേണ്ടി പറഞ്ഞതല്ല, അത് KSRTC അവരെ കൊണ്ട് പറയിപ്പിച്ചതാണ്. കാരണം ഇത് അന്തർധാര ഭയങ്കര ഇതിൻ്റെ തങ്ങളിൽ. KSRTCയുടെ മന്ത്രിയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും 2 പ്രമുഖ യൂണിയനുകളും, യൂണിയൻ മീൻസ് അസോസിയേഷനുകൾ, പ്രൈവറ്റ് ബസ്സുകാരുടെ, ഇവർ തങ്ങളൊരു തീരുമാനമുണ്ട്. എന്തെങ്കിലും ഈ അതിൽ കുഞ്ഞുവെട്ടിക്ക് ഒരു ചെറിയ എലിവേഷൻ ഇട്ട് കൊടുക്കുന്നതിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇതിന് ബൾക്കായിട്ടുള്ള അവർ കൊണ്ടുപോകും. അതിൻ്റെ ഏറ്റവും ഉദാഹരണം, നാട്ടിൽ ബസ് സമരം നടത്തുന്നത് KSRTC സമരം നടത്തുന്നുണ്ടോ? ഇല്ല. ബസ് ചാർജ് കൂട്ടണമെന്ന് പറഞ്ഞാൽ KSRTC സമരം നടത്തുകയല്ല. ആരാ നടത്തുന്നത്? പ്രൈവറ്റുകാർ. അവർക്ക് 1 രൂപ വെച്ച് കൂട്ടിക്കൊടുക്കും. 1 രൂപ. KSRTCക്ക് ഏറ്റവും കുറഞ്ഞത് 5 മുതൽ 10 രൂപ വരെയാണ് ഓരോ ഫെയറിനും കൂടുന്നത്. അവരൊന്നോടെ കൊള്ളയടിച്ചുകൊണ്ട് പോകും. പേരാർക്കാ? പ്രൈവറ്റ് ബസ്സുകാരനാ. ഇവൻ സമരം ചെയ്തുകൊണ്ടല്ലേ ബസ് ചാർജ് കൂടിയത്. പൊതുജനം അതേ കണക്കൂട്ടുള്ളൂ. സത്യത്തിൽ തന്നെ ഇവരെ കൊണ്ട് സമരം ചെയ്യിക്കുന്ന ഈ മന്ത്രിയും ഈ പറഞ്ഞ മന്ത്രിമാരും ഭരിക്കുന്നവരും ഈ പറഞ്ഞ ഉദ്യോഗസ്ഥരുമാണ്. KSRTCക്ക് വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഈ അടുത്ത് 20 വർഷമായിരുന്ന കാലാവധി ഉണ്ടായിരുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ കാലാവധി 22 വർഷമാക്കി കൊടുത്തു. അതുകൊണ്ട് ശരിക്കും ഉപകാരപ്പെട്ടത് KSRTCക്കാണ്. മുഴുവൻ മെച്ചം കിട്ടിയത് 15 വർഷമായിരുന്ന KSRTC 17 വർഷമാക്കി. അതുമാത്രമല്ല, സർക്കാർ ഞങ്ങൾക്ക് അന്നേരം ഒന്ന് എല്ലാവരും ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിടണമെന്ന് പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കൺസെഷൻ പ്രായം 22 ആയിരുന്നു, അത് 27 ആക്കണമെന്ന്. ആക്കിക്കോ. ഈ നേരം വരെ ഒരൊറ്റ സംഘടന പോലും ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. ഇതിൽ നമ്മൾ എന്നാ മനസ്സിലായി? ആരും ഒരു പരാതിയില്ല, ഒരു സമരവും ഇല്ലല്ലോ. ആർക്കൊന്നും പറയാൻ വേണ്ട. അവിടെ ഇവിടെ ഇരുന്ന് നായ ഇരുന്ന് മോങ്ങുന്ന പോലെ അത് എന്നാ ചെയ്യാനാ? ഞങ്ങൾക്കൊന്നും പറയാനില്ല.
ഇതൊക്കെ അവർ പറയുള്ളൂ. പക്ഷേ വ്യക്തമായിട്ട് ചെറിയ ചെറിയ ഔദാര്യങ്ങൾ വാങ്ങാൻ പോകാതിരുന്നാൽ അന്തസ്സായിട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ച് പോകാം. എത്ര വർഷമായി വിദ്യാർത്ഥികളുടെ കൺസെഷൻ റേറ്റ് കൂട്ടണമെന്ന് പറഞ്ഞിട്ട് അനക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ്? വിദ്യാർത്ഥികളുടെ കൺസെഷൻ ആരാ കൊടുക്കുന്നത്? പ്രൈവറ്റുകാരാണ് കൊടുക്കുന്നത്. KSRTC എന്നാ കുഴപ്പം? ഇന്ന് ഈ ലോകത്ത് നിയമം ഉണ്ടാക്കുമ്പം എന്നാൽ ഇപ്പം വിദ്യാർത്ഥി യൂണിയൻ സമ്മതിക്കുകയില്ല ബസ് ചാർജ് കൂട്ടാനെന്നാണ് പറഞ്ഞത്. അങ്ങനെ എന്നാൽ പിന്നെ നാട്ടുകാരോട് ചോദിച്ചിട്ട് ബസ് ചാർജ് കൂട്ടിയായിരുന്നാൽ ബസ് ചാർജ് കൂടുമായിരുന്നോ? ഇല്ലല്ലോ. പൊതുജനത്തിൻ്റെ എന്തെങ്കിലും കേട്ടിട്ടാണോ ചെയ്യുന്നത്? ഒന്നുമല്ല. വിദ്യാർത്ഥികളുടെ കാര്യം വരുമ്പോൾ മാത്രം യൂണിയനുകൾ പ്രശ്നമാണ്. ഇതേത് നാട്ടിൽ നടക്കുമെന്ന് എനിക്കറിയില്ല. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കൊടുക്കേണ്ട ഡ്യൂട്ടി സർക്കാരാണ്. ഈ ATPയുടെ പേര് പറഞ്ഞ് ഇതാക്കുന്ന ഇവർ നന്നായിട്ട് വൃത്തിയോടെ ചിന്തിച്ച് നിയമങ്ങൾ വ്യാഖ്യാനം ചെയ്താൽ ഈ വിദ്യാർത്ഥികളുടെ കൺസെഷൻ KSRTC മാത്രമാകേണ്ടി വരും. ഞാനാ പറഞ്ഞത്. നിയമമുണ്ട്, പക്ഷേ ഇവന്മാർ അതിലേക്ക് നോട്ടം എത്താൻ പറ്റുന്നില്ല. കാരണം ഇവന്മാർക്ക് ഈ കുശുമ്പ് കുത്തും തൊഴുത്തുകുത്തും മാത്രമേ അറിയത്തുള്ളൂ. വല്ലവൻ്റെ വണ്ടി ഒരു ദിവസം ഓടിയില്ലേ എനിക്ക് അതിൻ്റെ കൂടെ കളക്ഷൻ കിട്ടുമല്ലോ, ഇല്ലേ തലയ്ക്ക് പോകുന്ന വണ്ടി നിന്ന് പോയാൽ അത് മുഴുവൻ എനിക്ക് കിട്ടുമല്ലോ. അതേപോലെ വണ്ടി ഇടി കൂടുമ്പം യാത്രക്കാരൻ സ്കൂട്ടർ മേടിക്കാൻ തുടങ്ങുമെന്ന് ചിന്തിക്കുന്നില്ല. അതിനുള്ള ബോധമില്ല. ഇതാണ് ബസ്സുടമ. പക്ഷെ നമ്മളിതെല്ലാം പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ശത്രുവാകുള്ളൂ. കേരളത്തിൽ നിലവിലെ യുവത്വം വിദേശ നാടുകളിലേക്ക് ചേക്കേറുകയാണല്ലോ. അപ്പോൾ സംരംഭം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ പരാജയമാണെന്നാണ് പൊതുവെ. ഇപ്പം എൻ്റെ ഭാഗം കണ്ടില്ലേ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു വികലാംഗനും ഇനി മറ്റൊരു രാജ്യത്തോ മറ്റൊരു സംസ്ഥാനത്തോ പോയി എനിക്കൊരു ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ നിന്ന് അടിച്ചു പിടിച്ച് നോക്കുന്നത്. കാരണം ഇതെനിക്കിവിടെ വിജയിപ്പിച്ചേ പറ്റുള്ളൂ. പക്ഷേ യൂത്വം ഇപ്പോഴത്തെ യൂത്വം ഒക്കെ പറ്റുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊരു സംരംഭം അവർ തുടങ്ങിയാൽ ഒന്നല്ല രണ്ടാമത് കഴിയുമ്പം ഈ തലവേദന എന്തിനു പിടിക്കണം, കിട്ടിയ നഷ്ടം മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് അവൻ എങ്ങനെ രാജ്യം വിട്ടു പോവുള്ളൂ. അവൻ വേറെ ഒന്നും നോക്കില്ല. പിന്നെ അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല. നേരെ മറിച്ച് ഞാൻ കണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, എനിക്കിത് സാധിച്ചാൽ ഇതിവിടെ ഓരോ യുവതലമുറയിലെ ഓരോരുത്തരപ്പോഴുള്ള ഓരോരുത്തരും ചെയ്യാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് MVDയുടെ അതിപ്രസരം ഞാൻ ഇതിൻ്റെ അകത്ത് തീർത്തിരിക്കുമെന്ന് പറഞ്ഞ്. അതെനിക്ക് എൻ്റെ ലക്ഷ്യമാണ്. ഇവൻ്റെയൊക്കെ കൈക്കൂലിയുടെ പരിപാടികൾ ഒറ്റ വാക്കി പറയാണ്, ഇത് ഞാൻ തീർത്ത് കെട്ടുമെന്ന് പറഞ്ഞാൽ തീർത്ത് കെട്ടിയിട്ടേ വിടുള്ളൂ. കാരണം എന്നെ അതുപോലെ അവർ ബുദ്ധിമുട്ടിപ്പിച്ചതാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് കോടതിയിൽ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഉണ്ട്. കേന്ദ്രത്തിൻ്റെ നിലപാട് അറിയിക്കണം. കേന്ദ്ര നിലപാട് അറിയുമ്പം കോടതി തീരുമാനം എടുക്കും. ആ തീരുമാനം എടുക്കുമ്പോൾ അത് തീരുമാനം എങ്ങനെയാണോ ഇപ്പോൾ എനിക്ക് ഓടിക്കാൻ പറ്റുന്നതല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോകുമല്ലാതെ മാർഗമൊന്നുമില്ല. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് പറ്റുന്നതാണെങ്കിൽ ഏറ്റവും മിനിമം എൻ്റെ വക ഒരു 15 ബസ് ഞാൻ റോഡിലാണ്.